അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പേരോടിൻ്റെ രക്തത്തിൽ ശിർക്ക് കലർന്നിരിക്കുന്നു എന്ന്. ഞാനങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ മുമ്പേ പറയാറുണ്ട്, ഈ പേരോടെന്ന് പറയുന്ന സാധനം കേരളക്കരയിൽ ബഹുദൈവ ആരാധനയ്ക്ക് വിറ്റ് വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോഴും ഷിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം ആദ്യമായിട്ടൊന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന ചെറുപ്പക്കാരനായ സഹാബിയെ സമീപത്ത് വിളിച്ചിട്ട് പറയാണ്, സെയ്ദേ, നീ നല്ല ബുദ്ധിയുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്, റസൂലുള്ളാഹിന്റെ വഹി എഴുതുന്ന ആളാണ്. മൂപ്പരെ ബഹുമാനം ഇങ്ങനെ മൊത്തത്തിൽ തന്നെ പറയാണ്, ഇങ്ങനത്തെ മഹത്വങ്ങളൊക്കെ ഉള്ള ആളാണ് നീ. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചത് ഖുർആൻ മനപ്പാടമാക്കിയ ആളാണ്. നിങ്ങൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് എഴുതി വെക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നോട് ഇത് വന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോ സെയ്ദ് ഇബ്നു സാബിത്തും ചോദ്യം, കൈഫ നഫഅലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി കൈഫ തഫ്അലൂന മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി. റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും? സിദ്ദീഖുൽ അക്ബറിനോട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദ്യമാണ്. കാരണം ഇത് അന്ന് എന്നെ പറഞ്ഞ് ഇതിന്റെ മറുപടി ഒന്ന് റെഡിയാക്കി വെക്കണമെന്ന് സഹാബത്തിന് അറിയാം. ഇതിന്റെ ചോദ്യവും മറുപടിയും എല്ലാ സംശയവും അന്നൻ അങ്ങ് തീർക്കണം. കാരണം പിൽക്കാലത്ത് മുജാഹിദ് വരും, ജമാഅത്ത് ഇസ്ലാമി വരും. അവർ ചില സൽക്കർമ്മങ്ങൾ കാണുമ്പോൾ ഇത് മുഹമ്മദ് നബി ചെയ്തിരോ ചോദിക്കും, ഹദാദ് റാത്തി ചോദിക്കും, ഹദാദ് റാത്തി മുഹമ്മദ് നബി ചെയ്തിരോ ചോദിക്കും, മങ്കൂസ് മുഹമ്മദ് നബി ഓതിയിരുന്നോ എന്ന് ചോദിക്കും. ആ ചോദ്യം പിൽക്കാലത്ത് വരുമെന്ന് ഈ സഹാബത്തിന് നേരത്തെ അറിയുന്ന മാതിരിയുണ്ട് അവരുടെ ചോദ്യം. കൈഫ തഫ്അലൂന മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി. റസൂലുള്ളാഹി ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും? സഹോദരന്മാർ, നിങ്ങൾ പേരോടിൻ്റെ സംസാരം കേട്ടുവല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ച ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ പേരോട് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതകാലത്ത് തന്നെ ഖുർആൻ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകളിലും തോലിലുമായി എഴുതി വെക്കുമായിരുന്നു. ശേഷം അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പുസ്തക രൂപത്തിൽ 2 ചട്ടക്കൂടിൽ ഏടുകളായി എഴുതി വച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് പൂർത്തീകരിച്ചത്. പിന്നീട് പേരോടിൽ സംസാരം നിങ്ങൾ കേട്ടുവല്ലോ. അതാണ് ഇവിടെ വിഷയങ്ങൾ. അതായത് ഒരു സഹാബി, നല്ല എഴുത്തുകാരനായ സഹാബി, ഖുർആനിനെ പറ്റിയിട്ട് വിശദീകരിക്കാൻ പറ്റിയ സഹാബിയാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു, നിങ്ങൾ ഈ ഖുർആനിൻ്റെ വിശദീകരണം ഒന്ന് എഴുതണമെന്ന്. അപ്പോഴേ അദ്ദേഹം മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല. അപ്പോൾ അവർ നിർദ്ദേശിച്ചു അതിനെ പറ്റിയിട്ട് തിരുത്തി, അതിലൊന്നും പ്രശ്നമില്ല, നിങ്ങൾ എഴുതിക്കൊള്ളുക. അപ്പോൾ ആ ഒരു വാക്ക് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് എന്തും ചെയ്യാമെന്ന് ന്യായീകരിക്കാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് ഞാൻ എഴുത്തു എന്ന് പറയുന്ന സംഭവം എന്താണ്? ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷിർക്ക് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടുവല്ലോ. മങ്കൂസ് മുതലിൻ്റെ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളധികം വിശദീകരിച്ചു. ഷിർക്കിൻ്റെ വിഷയമാണ്. ഹദ്ദാദിൻ്റെ കാര്യമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഷിർക്ക് പ്രചരിപ്പിക്കേണ്ട ആവശ്യത്താണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനിനെ എഴുതി വെക്കുക എന്നുള്ളത് ലക്ഷങ്ങളിലേക്ക് ഇത് ക്യാമന്നാൾ വരെക്കും ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ട ഒരു സാധനമാണ്.
ആ സാധനം അത് എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്നുള്ള നിലപാട് അത് അച്ചടിച്ചുകൊണ്ടും ഖുർആൻ രൂപത്തിലും ബുക്ക് രൂപത്തിലുമായിട്ട് അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെയല്ലല്ലോ ആരാധനകർമ്മങ്ങൾ. അതുപോലെയാണോ ആരാധനകർമ്മങ്ങൾ? നമ്മൾ ദഅവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെല്ലാം മേഖല ചെയ്യുന്നുണ്ടത്, പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ദഅവത്തിൻ്റെ അത് ദഅവത്ത് അത് പിന്നെ ഈ പറയപ്പെടുന്നതായിരിക്കുന്ന ആരാധന കർമ്മത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കും ഖുർആനിൽ കൂടി നമുക്ക് അതിൻ്റെ നിലപാടൊക്കെ നമുക്ക് ഈ ആരാധന രൂപത്തിൽ എല്ലാം എന്തൊക്കെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് ഖുർആൻ കൊണ്ടും സയ്യാദീസ് കൊണ്ടും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അപ്പം നമ്മൾ ഈ ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്രാമും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്താണ് പ്രമാണം? അതിൻ്റെ അതെന്താണ് പ്രമാണം? ഇതെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഖുർആൻ ഖിയാമത്ത് ഇത് എത്തപ്പെടേണ്ട സാധനമാണ്. അതിലേക്കുള്ള സംവിധാനങ്ങൾ ആവശ്യമല്ലേ? അതാണ് ഇവിടെ പ്രശ്നം. ഇത് ആരാധന കർമ്മങ്ങളിലെ വ്യവസ്ഥകൾ ഖുർആനിൽ കൂടിയും ഹദീസിൽ കൂടി അള്ളാഹു അറിയിച്ചു. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ പിന്നെ നമ്മൾ നമസ്കാരങ്ങൾ നമ്മൾ ഇപ്പോൾ എത്രയാണ് നമസ്കരിക്കുന്നത്? സുബഹി 2, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഏഷ 4. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ? പേരോടെ ഇതിന് മാറ്റം വരുത്താൻ പറ്റുമോ? അതിൻ്റെ മാറ്റം പറ്റാത്ത നോമ്പ്, എത്ര നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, അത് മാറ്റം വരുത്താൻ പറ്റുമോ? അങ്ങനെ ഓരോ ആരാധന കർമ്മങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമവശങ്ങൾ ഖുർആനിൽ കൂടി അറിയിച്ചു തന്നു. അത് മാത്രമല്ലാതെ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇത് നിങ്ങൾ ഈ ശിർക്ക് ജനകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജനങ്ങളെ ശിർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയി ജനങ്ങളെ വഞ്ചിതരാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ നരകത്തിലേക്ക് നിങ്ങൾ അവരെ പൈസയും കൊള്ളയടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ദ്രോഹം ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളോട് നമ്മൾ ഈ പാവപ്പെട്ട ജനങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ നരകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്രയും അവരോട് എതിർപ്പ്? എന്തെന്ന് നിങ്ങൾ മറുപടി പേരോടെ നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ശിർക്ക് പ്രചരിപ്പിച്ചിട്ട് നിങ്ങളിപ്പം ചിലപ്പോൾ പറയാറുണ്ട്, അതായത് മടവൂരിൽ രോഗമാണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞ പേരിൽ ആക്ഷേപിക്കാറുണ്ട്. എന്താ ആക്ഷേപിക്കുന്നത്? എന്തിന്? നിങ്ങൾ പറഞ്ഞാളാ ഈ കാര്യത്തിൽ? മടവൂരിൽ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പിട്ട് ജനിക്കുന്നതിന് മുമ്പായിട്ട് ആകാശം ഉണ്ടായിട്ട് ഭൂമി ഉണ്ടായി ജനങ്ങളെ വഞ്ചിക്കാനാ? നിങ്ങൾ മൊയ്തീമാലയിൽ 50 വന്നികൾ നോക്കാം, അത് നിങ്ങൾ അംഗീകരിച്ചിട്ടല്ലേ പോകുന്നു ഈ കാലം മുഴുവനും? അതിനെന്താ പറയുക? ഖുതുബുൽ ആലം മെരീശങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ രൂപത്തിൽ? അപ്പോൾ ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകണം, പൈസയും കൊള്ളയടിച്ച് പാവപ്പെട്ട ജനങ്ങൾ നരകത്തിൽ കൊണ്ട് എന്താണ് നിങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്? അത് പറ പേരോടെ. എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് കൂടുതൽ ഞാൻ സംസാരം നീട്ടുന്നില്ല, ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഇവരെ ഷർറിൽ ഈ പേരുകൊണ്ട് ഈ ലോകത്തെ എത്ര ഭൗതികവാദം നടത്തുന്ന മുസ്ലിയാക്കന്മാരെ അവരെ ഷർറിൽ രക്ഷപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.